അതിജീവിതയെ അധിക്ഷേപിച്ച കേസിൽ രാഹുൽ ഈശ്വർ റിമാൻഡിൽ. തിരുവനന്തപുരം ജില്ലാ കോടതിയാണ് രാഹുൽ ഈശ്വറിന്റെ ജാമ്യാപേക്ഷ തള്ളിയത്. 14 ദിവസത്തേക്കാണ് റിമാൻഡ് ചെയ്തത്. കഴിഞ്ഞ ദിവസം വൈകിട്ടോടെയാണ് അതിജീവിതയെ അപമാനിച്ച കേസിൽ രാഹുലിനെ കസ്റ്റഡിയിലെടുത്തത്. രാത്രിയോടെ രാഹുൽ ഈശ്വറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നു. താൻ ഒരിക്കലും ഇരയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തിയിട്ടില്ല. നിയമത്തിന്റെ അതിർത്തിയിൽ നിന്നുകൊണ്ട് മാത്രമാണ് തന്റെ പ്രതികരണമെന്നായിരുന്നു രാഹുലിന്റെ വാദം. എന്നാൽ കോടതി രാഹുലിന്റെ വാദങ്ങൾ തള്ളി റിമാൻഡ് ചെയ്യുകയായിരുന്നു. നേരത്തെയും ഇത്തരത്തിൽ ചില പരാമർശങ്ങൾ നടത്തിയ വ്യക്തിയാണെന്ന് പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചു. ലാപ്ടോപ്പിൽ അതിജീവിതയുടെ പടം കണ്ടെത്തി. ഇതും പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയ അതിജീവിതയ്ക്കെതിരെ 12 വീഡിയോകളാണ് രാഹുൽ ഈശ്വർ ചെയ്തിരിക്കുന്നത്. ലൈംഗിക ചുവയോടെയുള്ള പരാമർശം നടത്തിയതാണ് പുതിയ വകുപ്പ്. ഞായറാഴ്ച വൈകിട്ട് തിരുവനന്തപുരത്തെ വീട്ടിൽ നിന്നാണ് സൈബർ പോലീസ് രാഹുലിനെ കസ്റ്റഡിയിലെടുത്തത്. രാഹുൽ ഈശ്വറിനെ തിരുവനന്തപുരത്തെ തൈക്കാട് AR ക്യാമ്പിലേക്ക് എത്തിച്ചു. ചോദ്യം ചെയ്യലിന് ശേഷമാണ് രാഹുൽ ഈശ്വറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയ അതിജീവിതയ്ക്കെതിരെ നിരന്തരമായി ആരോപണങ്ങൾ ഉന്നയിക്കുകയും സമൂഹമാധ്യമങ്ങളിലൂടെ ആക്ഷേപിക്കുകയും ചെയ്തുവെന്ന പരാതിയിലാണ് അറസ്റ്റ്. രാഹുലിന്റെ ലാപ്ടോപ്പുകൾ, മൊബൈൽ ഫോൺ തുടങ്ങിയവയും പരിശോധനയ്ക്കായി പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ലൈംഗിക പീഡനക്കേസിൽ ഒളിവിൽ കഴിയുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ ന്യായീകരിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലായി രാഹുൽ ഈശ്വർ സമൂഹമാധ്യമങ്ങളിൽ പങ്കുവച്ച പോസ്റ്റുകൾ, വീഡിയോ ദൃശ്യങ്ങൾ എന്നിവയും അതിജീവിതയെ ആക്ഷേപിക്കുകയും ചെയ്യുന്ന തെളിവുകൾ സഹിതമാണ് യുവതി പരാതി നൽകിയിരിക്കുന്നത്. വിസ്മയ ന്യൂസ്, തിരുവനന്തപുരം.